യുക്രൈനിൽ സമാധാനം കൈവരിക്കണമെങ്കിൽ നാറ്റോ അംഗത്വത്തിനായുള്ള തന്റെ നിലപാട് മാറ്റണമെന്നും സ്ഥാനമൊഴിയണമെന്നുമുള്ള തിരിച്ചറിവ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ലഭിച്ചതായ വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ സ്ഥാനം ഒഴിയുന്നതിനായിട്ട് സെലൻസ്കി സന്നദ്ധ പ്രകടിപ്പിച്ചു എന്നാണ് റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. ഇയർ 2025 ഫോറത്തിൽ സംസാരിക്കവേ താൻ വർഷങ്ങളോളം അധികാരത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സെലൻസ്കി പറഞ്ഞതായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. യുക്രൈനിന് സമാധാനം ആവശ്യമാണെങ്കിൽ എന്റെ സ്ഥാനം രാജിവെക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അത്തരം വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സ്ഥാനം നാറ്റോയ്ക്ക് പകരം വെക്കാം. ഇന്ന് യുക്രൈനിന്റെ സുരക്ഷയ്ക്കാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പതിറ്റാണ്ടുകളായി അധികാരത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സെലൻസ്കി പറഞ്ഞതായിട്ടാണ് റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിലുള്ളത്. യുക്രൈനിന്റെ അപൂർവ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നുമായ വരുമാനം ഉപയോഗിച്ച് അമേരിക്ക നൽകിയ സൈനിക സഹായത്തിന് പകരം യുക്രൈന്റെ ഭൂമി നൽകുന്ന കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നിലവിലുള്ള തർക്കത്തെക്കുറിച്ചും സെലൻസ്കി പരാമർശിക്കുകയുണ്ടായി. ഭാവിയിൽ റഷ്യയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് സംരക്ഷണം നൽകുമെന്ന് അമേരിക്ക ഗ്യാരണ്ടി നൽകുന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതൊരു കരാറുമെന്ന് സെലൻസ്കി തുറന്നടിച്ചു. അമേരിക്ക അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കഠിനമായ സാമ്പത്തിക നിബന്ധനകളെ പറ്റിയും സെലൻസ്കി വെളിപ്പെടുത്തി. 267 ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ യുക്രൈനെതിരെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്തിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. യുദ്ധം തുടങ്ങിയതിന് 3ാം വാർഷികത്തിലാണ് റഷ്യയുടെ ഈ തലയ്ക്കടി പോലെയുള്ള ആക്രമണം എന്നതും ശ്രദ്ധേയം തന്നെ. ഖാർക്കീവ്, പോൾത്താവ, സുമി, കീവ്, ചെർണീവ്, ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ 13 സ്ഥലത്തായിരുന്നു റഷ്യ വ്യാപക ഡ്രോൺ ആക്രമണം നടത്തിയത്. 4 പേരോളമാണ് അന്ന് ആക്രമണത്തിൽ മാത്രം യുക്രൈനിൽ നിന്നും നഷ്ടമായത്. യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 267 ഡ്രോണുകളാണ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നെത്തിയത്. അതേസമയം ഇതിൽ 138 എണ്ണത്തിനെ വെടിവെച്ചിടാനായി എന്നാണ് യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നത്. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കനത്ത നാശമാണ് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ഡ്രോണുകൾക്കൊപ്പം 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും റഷ്യ നടത്തിയെന്നും യുക്രൈൻ വ്യോമസേനാ വക്താവ് യൂറി ഇഗാദ് വെളിപ്പെടുത്തുകയുണ്ടായി. യുക്രൈൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ പല ദിവസങ്ങളിലും രാത്രിയിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്താറുണ്ട്. ഇത് തടയാൻ റഷ്യയുടെ വിതരണ ശൃംഖല ലക്ഷ്യമാക്കിയാണ് യുക്രൈൻ പ്രത്യാക്രമണം നടത്തുന്നത്. എന്നാൽ പുതിയ ആക്രമണത്തിൽ എത്രമാത്രം നാശമുണ്ടായെന്ന റിപ്പോർട്ടുകൾ വ്യക്തമല്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1150 ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയിൽ നിന്നും യുക്രൈനിലേക്ക് എത്തിയത്. 35 മിസൈൽ ആക്രമണങ്ങളും 1400 ഗൈഡ് ബോംബുകളും റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. യുദ്ധമുറവിളികൾക്കിടയിലും യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിൽ ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരാനാകുമെന്നാണ് അറിയിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ്. സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും ലിവിറ്റ് പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുദ്ധത്തിലെ ഇരു കൂട്ടരുമായി ചർച്ചകൾ തുടരുന്നതിനാലാണ് പ്രസിഡന്റും സംഘവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ആഴ്ച തങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റിന് വളരെ ആത്മവിശ്വാസമുണ്ടെന്നും ലിവിറ്റ് പറയുകയുണ്ടായി. പുറത്താക്കും അല്ലെങ്കിൽ അപകടത്തിലാകുമെന്നുമെല്ലാം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ സെലൻസ്കിക്ക് ഇനി തോൽവി സമ്മതിച്ചാൽ മാത്രമേ ജീവനെങ്കിലും ബാക്കി കിട്ടൂ എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കിയുള്ള നീക്കങ്ങളാണ് സെലൻസ്കി ഇപ്പോൾ നടത്തുന്നതും. കാരണം ഇനിയും വാശി പിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുകളെ പറ്റിയുള്ള കൃത്യമായ ധാരണയും ഭയവും സെലൻസ്കിക്ക് നല്ല പോലെയുണ്ട്.